Hello friends. അപ്പോൾ നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി എന്ന ഇൻ പ്രോപ്പർട്ടീസ് എന്ന ലെസണിൽ ഫസ്റ്റ് പാർട്ട് അത് നമ്മൾ ഒരു 2 ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ക്ലാസിഫിക്കേഷൻ ബൈ ഡെബറൈനർ, സെക്കൻഡ് വൺ ക്ലാസിഫിക്കേഷൻ ബൈ ന്യൂലാൻഡ്സ്. ഇനി മൂന്നാമത്തേതാണ്, അത് നമ്മൾ കുറച്ച് പറഞ്ഞായിരുന്നു. അതാണ് ഡിമിട്രി മെൻഡലീവിൻ്റെ ക്ലാസിഫിക്കേഷൻ. നമ്മളതിൽ ജസ്റ്റ് ഒന്ന് ബേസിക്കായ കാര്യം പറഞ്ഞായിരുന്നു. മെൻഡലീവ് എന്ത് ചെയ്തു? ഹി അറേഞ്ച്ഡ് ഓൾ ദി നോൺ എലമെൻറ്റ്സ്, ഓൾമോസ്റ്റ് 63 എലമെൻറ്റ്സ് ഇൻ എ സിംഗിൾ ടേബിൾ കോൾഡ് പീരിയോഡിക് ടേബിൾ അല്ലേ. ഇൻ ഹിസ് പീരിയോഡിക് ടേബിൾ so many vertical columns and horizontal rows are present. These vertical columns are called groups and horizontal rows are known as periods. How many groups and periods? Totally 9 groups and 7 periods are present. Okay, and these 9 groups are numbered from 0 to 8th. 0 to 8th. First group is 0 group. It contains noble gases, and the remaining 1 to 8th, and from 1 to 7th they are again classified into 2 subgroups. First A, first B, second A, second B, third A, third B, up to 8th A, sorry 7th A, 7th B. Okay, ഇതാണ് ഗ്രൂപ്പിൻ്റെ അറേഞ്ച്മെൻറ്റ്. ആൻഡ് 7 periods are present in Mendeleev's periodic table. ഓക്കെ, അങ്ങനെയാണ് മെൻഡലീവ് ഒരു ലോ കൊണ്ടുവന്നത്. അതാണ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ. അപ്പോൾ മെൻഡലീവ്സ് പീരിയോഡിക് ലോ എന്താണ്? മെൻഡലീവ്സ് പീരിയോഡിക് ലോ അപ്പോൾ നമ്മൾ പറഞ്ഞു എലമെൻസിനെ അവരുടെ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്? ഡിമിട്രി മെൻഡലീവ് അല്ലേ. അപ്പോൾ ഈ ഡിമിട്രി മെൻഡലീവ് എലമെൻസിനെ അറ്റോമിക് മാസിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തപ്പോൾ വെർട്ടിക്കൽ കോളംസ് ഉണ്ട്, റോസ് ഉണ്ട്, മീൻസ് ഗ്രൂപ്പ്സ് ഉണ്ട്, പീരിയഡ്സ് ഉണ്ട്. അപ്പോൾ അതേ നോക്കിയപ്പോൾ ഒരു എലമെൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നമ്പർ എലമെൻറ്റ്സ് കഴിയുമ്പോൾ, മീൻസ് നമ്മളിപ്പോൾ ജസ്റ്റ് പറയാണ്, ഇപ്പോൾ ഞാനിങ്ങനെ ഇതാ ഇവിടെ 0 ഗ്രൂപ്പ്, ഇത് മെൻഡലീവിൻ്റെ ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു എലമെൻ്റ് ഉണ്ട്. ഈ എലമെൻറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ട് ഗ്രൂപ്പ് ഉണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അപ് ടു 8th വരെ. അപ്പോൾ എക്സ് എന്ന എലമെൻറ്റ് കഴിഞ്ഞ് കുറേ എലമെൻറ്റ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ എലമെൻറ്റ് വന്നു, അടുത്ത വൈ എന്ന എലമെൻറ്റ് വന്നു. അപ്പോൾ അതേ നോക്കിയപ്പോൾ ഈ എക്സ് എന്ന എലമെൻറ്റ് കഴിഞ്ഞിട്ട് കുറേ നമ്പർ എലമെൻറ്റ്സ് കഴിഞ്ഞ് വൈ വരുമ്പോൾ ഈ വൈക്ക് എക്സുമായിട്ട് പ്രോപ്പർട്ടീസിൽ ഒരുപാട് സാമ്യമുണ്ട്, സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് സിമിലറാണ്. വൈ എന്ന എലമെൻറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു റെഗുലർ നമ്പർ കഴിയുമ്പോൾ വന്നിട്ട് ഇസഡ് എന്ന എലമെൻറ്റ് വന്നു. ഈ ഇസഡ് എന്ന എലമെൻറ്റ് എക്സും വൈയും കാണിക്കുന്ന ഏകദേശം അതേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ എലമെൻസിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത നമ്പർ കഴിയുമ്പോൾ ഒരേ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യും, പ്രോപ്പർട്ടീസ് ആവർത്തിക്കും. അത് എന്തിൻ്റെ ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്? നമ്മളല്ല, മെൻഡലീവ് എന്താ അറേഞ്ച് ചെയ്തത്? അറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ബേസിലാണ് മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ വരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്. ഈ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടി മീൻസ് നമ്മൾ ഭൗതിക ഗുണങ്ങളെന്ന് പറയും. ഇപ്പോൾ കളറ്, ഷേപ്പ്, മെൽറ്റിംഗ് പോയിൻ്റ്, ബോയിലിംഗ് പോയിൻ്റ്, ഇതൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഡെൻസിറ്റിയൊക്കെ ഫിസിക്കൽ ഭൗതിക ഗുണങ്ങളാണ്. അതേസമയം കെമിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്, രാസഗുണങ്ങളും, റിയാക്ട് ചെയ്യുമ്പോൾ ഉള്ള നേച്ചർ. അപ്പോൾ എല്ലാ എലമെൻസിനും ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ പറഞ്ഞതാണ് മെൻഡലീവിൻ്റെ ലോ അനുസരിച്ച് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ എ റെപ്പറ്റീഷൻ, എ പീരിയോഡിക് ഫങ്ഷൻ. റെപ്പറ്റീഷൻ ആവർത്തനമാണ്. എക്സ് കഴിഞ്ഞ് കുറച്ച് നമ്പർ എലമെൻറ്റ്സ് കഴിയുമ്പോൾ വൈ വരും. വൈക്ക് എക്സിൻ്റെ അതേ പ്രോപ്പർട്ടി റെപ്പറ്റീഷനാണ്, ആവർത്തനമാണ്.
വൈ കഴിഞ്ഞ് വീണ്ടും കുറച്ച് നമ്പർ കഴിഞ്ഞപ്പോൾ ഇസഡ് വന്നു. ഇസഡിൻ്റെ പ്രോപ്പർട്ടീസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ എ പീരിയോഡിക് ഫങ്ഷൻ. പീരിയോഡിക് ആണ്, റെപ്പറ്റേഷൻ ആണ്. എന്തിൻ്റെ ബേസിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ്? അവരുടെ മാസ് നമ്പറിൻ്റെ ബേസിൽ, മീൻസ് അറ്റോമിക് മാസിൻ്റെ ബേസിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യുന്നത്, പീരിയോഡിക് ആകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ പറയുക? അക്കോർഡിംഗ് ടു Dimitri Mendeleev's periodic law, physical and chemical properties of elements are a periodic function. Repetition ആണ്. Periodic function of their atomic mass. Atomic massൻ്റെ ബേസിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ഈ പ്രോപ്പർട്ടീസ് എന്താകുന്നത്? പീരിയോഡിക് ആകുന്നത്. ഇതാണ് മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ. അക്കോർഡിംഗ് ടു Mendeleev's periodic law, physical and chemical properties of elements are a periodic function of their atomic mass. ഓക്കെ, അപ്പോൾ നമ്മൾ മെൻഡലീവിൻ്റെ ടേബിൾ എങ്ങനെയാണെന്ന് പറഞ്ഞു, മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ എന്താണെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് അറേഞ്ച്മെൻ്റ് എങ്കിലും ഇതിലുണ്ട് മെറിറ്റ്സും ഉണ്ട് ഡിമെറിറ്റ്സും ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് മെൻഡലീവ് പീരിയോഡിക് ടേബിളിലെ മെറിറ്റുകൾ? എന്തൊക്കെയാണ് ഇത് മെറിറ്റ്സ്? നമ്മൾ മെറിറ്റ്സ് പറഞ്ഞാൽ ഫസ്റ്റ് മെറിറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മീൻസ് അന്ന് അറിയപ്പെട്ടിരുന്ന എലമെൻസിനെ ഹി അറേഞ്ച്ഡ് ഓൾ ദി നോൺ എലമെൻറ്റ്സ് ഇൻ എ സിസ്റ്റമാറ്റിക് ഓർഡർ. സിസ്റ്റമാറ്റിക് ആയിട്ട് എലമെൻസിനെ ഒരു സിംഗിൾ ടേബിളിൽ ആര് അറേഞ്ച് ചെയ്തു? മെൻഡലീവ് എന്ന സയൻറ്റിസ്റ്റ്. അതാണ് ഫസ്റ്റ് മെറിറ്റ്. മെൻഡലീവ് അറേഞ്ച്ഡ് all the non-elements in a systematic order based on the increasing order of atomic mass. മനസ്സിലായില്ലേ? അപ്പോൾ എലമെൻസിൻ്റെ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആക്കി ആര്? മെൻഡലീവ്. ഇതാണ് ഒന്നാമത്തെ മെറിറ്റ്. മനസ്സിലായില്ലേ? സെക്കൻഡ് മെറിറ്റ് നോക്കിയാൽ ഈ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ നമ്മൾ നോക്കിയാൽ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ, കുറച്ച് സ്ഥലങ്ങൾ വേക്കൻസി ഉണ്ട്, എം ടി സ്പേസ് ആണ്, ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ടേബിളിൽ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ആണെങ്കിലും ടേബിളിൻ്റെ എല്ലാ പ്ലേസുകളിലും, എല്ലാ ഗ്രൂപ്പ്സിലും, എല്ലാ പീരിയഡ്സിലും കറക്റ്റ് പൊസിഷൻസിൽ എലമെൻറ്റ്സ് ഇല്ല. അപ്പം ചില സ്ഥലങ്ങൾ വേക്കൻ്റ് ആണ്. അപ്പം മെൻഡലീവിൻ്റെ ടേബിളിൽ വേക്കൻസി ഉണ്ട്. അപ്പം അദ്ദേഹം എന്തിനാണ് ഈ ടേബിളിൽ പല സ്ഥലങ്ങളിലും വേക്കൻസി മീൻസ് എം ടി സ്പേസ് ഇട്ടുന്നത്? അപ്പോൾ അദ്ദേഹം ഈ വേക്കൻസി ഇട്ടുന്നത് വെച്ചാൽ, അപ്പോൾ അദ്ദേഹം കുറച്ച് എലമെൻറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ, അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ഗ്രൂപ്പിൽ അദ്ദേഹം എലമെൻറ്റ്സിനെ അറിഞ്ഞു. ബോറോൺ, ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ എലമെൻ്റ് ആണ് ബോറോൺ. ബോറോണിന് താഴെ അലുമിനിയം വന്നു. അലുമിനിയത്തിന് താഴെ അദ്ദേഹം വേക്കൻസി കൊടുത്തു, സ്പേസ് കൊടുത്തു. അവിടെ എലമെൻ്റ് ഇല്ല, തൊട്ട് അപ്പുറത്ത് അങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ അലുമിനിയം എന്ന എലമെൻറ്റിന് ശേഷം വേക്കൻസിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹം എന്തിനാണ് ഈ വേക്കൻസി കൊടുത്തത്? കാരണം അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായെന്ന് വെച്ചാൽ ഈ അലുമിനിയത്തിൻ്റെ പ്രോപ്പർട്ടിയുമായിട്ട് സാമ്യമുള്ള ഏതോ ഒരു എലമെൻറ്റ് ഈ പ്ലേസിൽ വരാനുണ്ട്. പക്ഷേ അന്ന് വരെ ആരും ആ എലമെൻറ്റിനെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. മനസ്സിലല്ലേ? അപ്പോൾ അന്ന് വരെ അൺഡിസ്കവേർഡായ, അറിയപ്പെട്ടിട്ടില്ലാത്ത എലമെൻറ്റ്സിന് വേണ്ടി മെൻഡലീവ് അദ്ദേഹത്തിൻ്റെ ടേബിളിൽ പ്ലേസ് കൊടുത്തു. അപ്പോൾ അദ്ദേഹം മിടുക്കനായ സയൻറ്റിസ്റ്റാണ്, അതല്ലേ? അന്ന് വരെ നമുക്ക് അറിയാത്ത എലമെൻറ്റ് ഭാവിയിൽ ആരെങ്കിലും കണ്ടുപിടിക്കുമ്പോൾ അവിടെ ഫില്ല് ചെയ്യട്ടെ എന്നും പറഞ്ഞ് മെൻഡലീവ് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ടേബിളിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ വേക്കൻസി, എം ടി സ്പേസ് ഉണ്ട്. എക്സാമ്പിളാണ് ഈ പറഞ്ഞത്. ബോറോൺ ഫാമിലിയിൽ ബോറോൺ, അലുമിനിയം കഴിഞ്ഞിട്ട് ഇവിടെ വേക്കൻസിയാണ്. ഈ വേക്കൻസിക്ക് അദ്ദേഹം ജസ്റ്റ് ഒരു പേര് പറഞ്ഞു, ഏക അലുമിനിയ, ഏക അലുമിന ഓർ ഏക അലുമിനിയം. അപ്പോൾ ഏക അലുമിന എന്നൊരു സ്പേസ്, ഒരു ജസ്റ്റ് സിമ്പിൾ ഒരു നെയിം കൊടുത്തിട്ട് അവിടെ ഒരു വേക്കൻസി കൊടുത്തു. എന്നുവെച്ചാൽ അപ്പോൾ ഭാവിയിൽ ആരെങ്കിലും കണ്ടുപിടിക്കുന്നെങ്കിൽ അവിടെ ഫില്ല് ചെയ്യട്ടെ എന്നും പറഞ്ഞാണ് അദ്ദേഹം സ്പേസ് കൊടുത്തത്. നമുക്കിപ്പോൾ അറിയാം ഈ പ്ലേസിൽ ഏത് എലമെൻ്റാണ്. ബോറോൺ, അലുമിനിയം കഴിഞ്ഞ് വരുന്ന എലമെൻറ്റ് ഗാലിയമാണ്. ഗാലിയം. അപ്പോൾ അന്ന് ഈ ഗാലിയത്തിന് ആരും മീൻസ് ഈ ടേബിളിന് ശേഷം ഒരു 6 വർഷത്തിന് ശേഷമാണ് ഈ ഗാലിയം എന്ന എലമെൻ്റ് അറിയപ്പെട്ടത്. പക്ഷേ അതിന് മുന്നേ മെൻഡലീവ് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഗാലിയം എന്ന എലമെൻറ്റിന് വേണ്ടി ഒരു വേക്കൻറ്റ് സ്പേസ് ഇട്ടിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹം കൊടുത്ത പേരാണ് ഏക അലുമിന. അപ്പം ചോദിക്കാൻ ഇപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എലമെൻറ്റ് ഈസ് നോൺ ആസ് ഏക അലുമിന ഓർ വിച്ച് വൺ ഈസ് കോൾഡ് ഏക അലുമിനിയം? വിച്ച് എലമെൻറ്റ്? ഗാലിയം ഈസ് നോൺ ആസ് ഏക അലുമിനിയം. മനസ്സിലായില്ലേ? അതുപോലെ തൊട്ടപ്പുറത്ത് കാർബൺ, സിലിക്കൺ, അതിനുശേഷം വേക്കൻസി ആയിരുന്നു.
മനസ്സിലല്ലേ? അതിനപ്പുറത്ത് വേറെ എലമെൻ്റ് ഉണ്ട്. അപ്പം കാർബൺ സിലിക്കണിന് ശേഷം വേക്കൻസി. അദ്ദേഹം പറഞ്ഞു ദിസ് ഈസ് കോൾഡ് ഏക സിലിക്കൺ. ഏക സിലിക്കൺ, സിലിക്കണിന് ശേഷം. അപ്പം അന്ന് ആ എലമെൻ്റ് ഏതാണെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ ഇപ്പം നമുക്കറിയാം ആ എലമെൻ്റ് എന്ന് പറയുന്നത് ജർമേനിയമാണ്. കാർബൺ, സിലിക്കൺ, ജർമേനിയം. അപ്പോൾ ജർമേനിയത്തിൻ്റെ പേരാണ് ഏക സിലിക്കൺ, ഗാലിയത്തിൻ്റെ പേരാണ് ഏക അലുമിനിയം. അപ്പം വിച്ച് വൺ ഈസ് കോൾഡ് ഏക സിലിക്കൺ? ജർമേനിയം ഈസ് കോൾഡ് ഏക സിലിക്കൺ. വിച്ച് വൺ ഈസ് കോൾഡ് ഏക അലുമിനിയം? ഗാലിയം ഈസ് നോൺ ആസ് ഏക അലുമിനിയം. അപ്പോൾ എന്ത് പറഞ്ഞു? അപ്പോൾ ഇതാണ് സെക്കൻഡ് മെറിറ്റ്. മീൻസ് എലമെൻസിനെ കണ്ടുപിടിക്കാനുള്ളൊരു ഹെൽപ്പായിരുന്നു. എലമെൻസിൻ്റെ പ്രോപ്പർട്ടി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. ഇത്രയായിരിക്കും അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ്, അതിൻ്റെ ഡെൻസിറ്റി ഇത്രയാകാം, ഇങ്ങനെ ഒരു ഏകദേശ വാല്യൂ പറഞ്ഞിട്ട് അങ്ങനെ ഒരു എലമെൻറ്റ് ഭാവിയിൽ വരും എന്ന് ആർക്ക് മനസ്സിലായി? മെൻഡലീവ് എന്ന സയൻസ്. ഓക്കെ. അപ്പോൾ അൺഡിസ്കവേർഡ് എലമെൻസിന് വേണ്ടി സ്പെഷ്യൽ പ്ലേസ് കൊടുത്തു, അല്ലെങ്കിൽ നമുക്ക് ഒരു എലമെൻറ്റിന് ശേഷം മറ്റൊരു എലമെൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേക്കൻസി ആര് ടേബിൾ അറേഞ്ച് ചെയ്തു? മെൻഡലീവ് എന്ന സയൻസ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് മെറിറ്റ്. എലമെൻസിൻ്റെ ഡിസ്കവറിക്ക് ഹെൽപ്പ് ചെയ്ത ഒരു അറേഞ്ച്മെൻ്റാണ് മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ. മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞു അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എലമെൻസിനെ ആര് അറേഞ്ച് ചെയ്ത്? മെൻഡലീവ്. അപ്പോൾ നമുക്കറിയാവുന്നൊരു എലമെൻ്റാണ് ബെർലിയം. ഈ ബെർലിയം എന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് അന്ന് അറിയപ്പെട്ടത്, അല്ലെങ്കിൽ അന്ന് ആരോ കണ്ടുപിടിച്ച ഒരു വാല്യൂ എന്ന് പറയുന്നത് 13.1 ആയിരുന്നു. 13.1. അപ്പം 13.1 ആണ് ബെർലിയത്തിൻ്റെ മാസ് നമ്പർ, അല്ലെങ്കിൽ അറ്റോമിക് മാസ് എന്നാണ് അന്ന് വരെ സയൻറ്റിസ്റ്റുകൾക്ക് അറിയാവുന്നത്. അപ്പോൾ ഈ മാസ് നമ്പറിൻ്റെ ഓർഡറാണ് മെൻഡലീവിൻ്റെ ടേബിളിൽ. 13.1 അപ്പോൾ ഈ 13.5 എന്ന അറ്റോമിക് മാസുള്ള ബെർലിയം ആക്ച്വലി മാസ് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണെങ്കിൽ വരേണ്ടത് എവിടെയായിരിക്കും? കാർബണിനും നൈട്രജനും ഇടയ്ക്കായിരിക്കും. കാരണം കാർബണിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 12, നൈട്രജൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 14. അപ്പം 12നും 14നും ഇടയ്ക്ക് വേണം 13.5 എന്ന വാല്യൂ ഉള്ള ആര് വരാൻ? ബെർലിയം. എന്നുവെച്ചാലേ അപ്പോൾ കാർബൺ കഴിഞ്ഞ് ബെർലിയം വന്നിട്ടേ ആര് വരാവൂ? നൈട്രജൻ. പക്ഷെ നമ്മൾ മെൻഡലീവിൻ്റെ ടേബിൾ നോക്കിയാൽ കാർബണിന് ശേഷം നൈട്രജൻ തന്നെയാണ്, ബെർലിയം അല്ല. ഈ ബെർലിയത്തിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് ബോറോണിന് മുന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി 13.5 എന്ന വാല്യൂ റോങ് ആണ്. കാരണം അന്ന് നമ്മുടെ ഈ ടെക്നോളജി ഇത്രയും ഡെവലപ്ഡ് ഒന്നും അല്ല. അപ്പോൾ ആ അന്നുള്ള ഒരു മെഷർമെൻറ്റിലാണ് ഈ മാസ് എല്ലാം മെഷർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ കിട്ടിയ വാല്യൂ റോങ് ആയിരുന്നു. 13.5 എന്ന ബെർലിയത്തിൻ്റെ മാസ് നമ്പർ വാല്യൂ റോങ് ആണ്. കറക്റ്റ് മാസ് നമ്പർ 13.5 അല്ല 9 ആണ് എന്ന് പിന്നീട് മനസ്സിലായി. പക്ഷേ മെൻഡലീവ് എന്ത് ചെയ്തു? 13.5 ഉള്ള ഈ ബെർലിയത്തിനെ ആ പ്ലേസിൽ കൊടുക്കാതെ ബോറോണിന് മുന്നെയാണ് ആരുടെ പ്ലേസ് എന്ന് പറയുന്നത്? ബെർലിയം. അപ്പോൾ മെൻഡലീവിൻ്റെ ടേബിൾ എന്തിന് ഹെൽപ്പ് ചെയ്തു? റോങ് അറ്റോമിക് മാസ് ഉള്ള ചില എലമെൻസിൻ്റെ മാസ് നമ്പറിനെ കറക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. കാരണം അദ്ദേഹം ഈ ടേബിളിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോഴാണ് 13.5 എന്ന ബെർലിയത്തിൻ്റെ വാല്യൂ റോങ് ആണെന്ന് മനസ്സിലായത്. കാരണം അദ്ദേഹം ഇപ്പോൾ ബെർലിയത്തിനെ ഇവിടെ ഫില്ല് ചെയ്താൽ ഈ ബെർലിയത്തിന് അവിടെയുള്ള എലമെൻസുമായിട്ട് യാതൊരു സിമിലാരിറ്റി ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതെന്താണ്? മാസ് നമ്പറിനേക്കാളും പ്രാധാന്യം പ്രോപ്പർട്ടീസിന് കൊടുത്തു എന്നാണ് മീനിങ്. അപ്പം പ്രോപ്പർട്ടി, ഗുണങ്ങളുടെ ബേസിലാണ് ബെർലിയം അവിടെ വരാതെ ബോറോണിന് മുന്നേ വന്നേക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ചില എലമെൻസിൻ്റെ മാസ് നമ്പറിനെ കറക്റ്റ് ചെയ്യാനും മെൻഡലീവിൻ്റെ ടേബിൾ ഹെൽപ്പ് ചെയ്തു. അപ്പം 3 മെറിറ്റ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത് നോൺ എലമെൻസിനെ, അറിയപ്പെട്ടിരുന്ന എലമെൻസിനെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്ത ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ആരാണ്? ഡിമിട്രി മെൻഡലീവ്. ഇതാണ് ഫസ്റ്റ് മെറിറ്റ്. സെക്കൻഡ് മെറിറ്റ് എന്ന് പറയുന്നത് ഇൻ മെൻഡലീവ്സ് ടേബിൾ സോ മെനി വേക്കൻറ്റ് സ്പേസസ് ആർ പ്രസൻറ്റ് ഫോർ അൺഡിസ്കവേർഡ് എലമെൻറ്റ്സ്. അറിയപ്പെട്ടിട്ടില്ലാത്ത എലമെൻസിന് വേണ്ടി വേക്കൻസി ആര് ക്രിയേറ്റ് ചെയ്തു? മെൻഡലീവ്. എന്നുവെച്ചാൽ എക്സാമ്പിൾ ഏക അലുമിന ഫോർ ഗാലിയം ആൻഡ് ഏക സിലിക്കൺ ഫോർ ജർമേനിയം. അപ്പോൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് വന്നപ്പോൾ അവിടെ ഒരു എലമെൻ്റ് ഉണ്ട്, അതിനെ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് സയൻറ്റിസ്റ്റിന് അതൊരു ഹെൽപ്പായി. മൂന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് അറ്റോമിക് മാസിൻ്റെ കറക്റ്റ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തതെങ്കിൽ പല എലമെൻസിൻ്റെയും പ്ലേസ് മാറിയനെ.
മീൻസ് ചില എലമെൻസിൻ്റെ അറ്റോമിക് മാസ് ആ മെഷേർഡ് വാല്യൂ റോങ് ആണെന്ന് പ്രൂവ് ചെയ്യാനും ആർക്ക് പറ്റി? മെൻഡലീവിൻ്റെ ക്ലാസിഫിക്കേഷൻ കൊണ്ട് പറ്റി. അല്ല, എക്സാമ്പിളാണ് പൊസിഷൻ ഓഫ് ബെർലിയം. അന്നത്തെ ബെർലിയത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 13.5 ആണ്. ഈ വാല്യൂ കറക്റ്റ് ആയിരുന്നെങ്കിൽ ബെർലിയത്തിൻ്റെ പൊസിഷൻ ഇൻ ബിറ്റ്വീൻ കാർബൺ ആൻഡ് നൈട്രജൻ ആയിരുന്നേനെ. പക്ഷേ മെൻഡലീഫ് എന്ത് ചെയ്തു? ബെർലിയം എന്ന എലമെൻറ്റിനെ ബോറോണിന് മുന്നെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. കാരണം അതിൻ്റെ മാസ് നമ്പർ 13.5 അല്ല, 9 ആണ്. അപ്പോൾ ആ 9 വാല്യൂ അനുസരിച്ചാണ് ബെർലിയം ഇവിടെ വരുന്നത്. അപ്പോൾ എലമെൻസിൻ്റെ മാസ് നമ്പർ കറക്റ്റ് ചെയ്യാനും ആർക്ക് പറ്റി? മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിന് പറ്റി. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ്? മെറിറ്റ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഡീമെറിറ്റ്സും ഉണ്ട്. ഒന്നാമത്തെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ എന്ന എലമെൻറ്റ് അറ്റോമിക് നമ്പർ 1, മാസ് നമ്പറും 1. അപ്പോൾ അറ്റോമിക് നമ്പറും മാസ് നമ്പറും 1 എന്ന വാല്യൂ ഉള്ള എലമെൻ്റാണ് ആരെന്ന് പറയുന്നത്? സെയിം ഉള്ള എലമെൻ്റാണ് ആര്? ഹൈഡ്രജൻ. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ പൊസിഷൻ, അതിൻ്റെ ആ ഒരു പൊസിഷനിൽ ഒരു ചെറിയ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെൻ്റ് ഒരു ഡീമെറിറ്റാണ്. കാരണം ഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടീസിന് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ് ലിഥിയം, സോഡിയം, ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസുമായിട്ടും ഹൈഡ്രജന് സാമ്യമുണ്ട്. അതുപോലെ 7th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഫ്ലൂറിൻ, ക്ലോറിൻ ആ തുടങ്ങിയ എലമെൻറ്റ്സ് അതുമായിട്ടും ആർക്ക് സാമ്യമുണ്ട്? ഹൈഡ്രജൻ എന്ന എലമെൻറ്റിന് സാമ്യമുണ്ട്. അപ്പോൾ ഈ 2 ഗ്രൂപ്പ് എലമെൻറ്റ്സുമായിട്ടും സാമ്യമുള്ളത് കൊണ്ട് അദ്ദേഹം ചെയ്ത അറേഞ്ച്മെൻറ്റ് സ്വല്പം പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് ഹൈഡ്രജൻ ഇൻ മെൻഡലീവ്സ് ടേബിൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഡീമെറിറ്റ്. ആ അറേഞ്ച്മെൻറ്റ് പെർഫെക്റ്റ് അല്ല, കൺഫ്യൂഷൻ ഉണ്ട് അറേഞ്ച്മെൻറ്റിൽ. അത് ഫസ്റ്റ് ഡീമെറിറ്റ് ആണ്. ഇനി രണ്ടാമത്തെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് മെൻഡലീവ് എന്ന സയൻറ്റിസ്റ്റ് എലമെൻസിനെ ക്ലാസിഫൈ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 എലമെൻറ്റ്സ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഒന്ന് പൊട്ടാസ്യം, രണ്ടാമത്തെ ആൾ ആർഗോൺ. പൊട്ടാസ്യവും ആർഗോണും. ഈ പൊട്ടാസ്യം, ആർഗോൺ എന്ന 2 എലമെൻറ്റ്സിൻ്റെ വാല്യൂ നമ്മൾ നോക്കിയാൽ പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ടേബിൾ നമ്മൾ നോക്കിയാൽ അറ്റോമിക് നമ്പർ ഓഫ് ആർഗൺ 18, പൊട്ടാസ്യം 19 ആണ്. അപ്പോൾ നമ്മൾ അറ്റോമിക് നമ്പർ അല്ല ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, മാസ് നമ്പേഴ്സാണ് മെൻഡലീഫിൻ്റെ ടേബിളിൽ. അപ്പോൾ നമ്മൾ മാസ് നമ്പർ നോക്കിയാൽ ഈ പൊട്ടാസ്യം എന്ന എലമെൻറ്റിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 31.1ഉം അതേസമയം ആർഗൺ എന്ന എലമെൻറ്റിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 31.9ഉമാണ്. അപ്പോൾ ആർഗണിൻ്റെ അറ്റോമിക് മാസ് 31.9ഉം പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് മാസ് 31.1ഉമാണ്. അപ്പോൾ ആക്ച്വലി അറ്റോമിക് മാസിൻ്റെ കറക്റ്റ് ഓർഡറാണ് ഇദ്ദേഹം ഫോളോ ചെയ്തിരുന്നുവെങ്കിൽ അറ്റോമിക് മാസ് കുറഞ്ഞ പൊട്ടാസ്യം ആദ്യം വരണമായിരുന്നു. 31.1 അല്ലേ ഉള്ളൂ. അറ്റോമിക് മാസ് കൂടിയ ആർഗൺ പിന്നെയല്ലേ വരേണ്ടത് 31.9 മനസ്സിലല്ലേ. പക്ഷേ മെൻഡലീഫിൻ്റെ ടേബിളിൽ ഈ ആർഗണിന് ശേഷമാണ് പൊട്ടാസ്യം. അപ്പോൾ നമ്മൾ ഈ മാസ് നമ്പറാണ് അദ്ദേഹം പറഞ്ഞത്, മാസ് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എലമെൻസിനെ അദ്ദേഹം അറേഞ്ച് ചെയ്തത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ നമുക്ക് 2 എലമെൻസിൻ്റെ മാസ് നമ്പർ നമ്മൾ പറഞ്ഞു 31.1ഉം 31.9ഉം. ഇതിൽ ഇൻക്രീസിങ് ഓർഡറിലാണെങ്കിൽ 31.1 എന്ന വാല്യൂ ഉള്ള പൊട്ടാസ്യം ആദ്യവും വരണം, 31.9 എന്ന വാല്യൂ ഉള്ള ആർഗൺ രണ്ടാമതും വരേണ്ടതാണ്. എന്നാൽ നമ്മൾ മെൻഡലീഫിൻ്റെ ടേബിൾ നോക്കിയാൽ കൺസിഡർ ചെയ്താൽ ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് 0 ഗ്രൂപ്പ്, നെക്സ്റ്റ് ആണ് ഫസ്റ്റ് ഗ്രൂപ്പ്, ഫസ്റ്റ് എയും ഫസ്റ്റ് ബിയും ഉണ്ട്. അപ്പോൾ ഇതിൽ ഇവിടെ എലമെൻറ്റ്സ് വരുമ്പോൾ നമ്മുടെ ആർഗൺ വന്നിട്ട് അതിന് ശേഷമാണ് പൊട്ടാസ്യത്തിൻ്റെ പൊസിഷൻ. അപ്പോൾ ഇത് മാസ് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡർ അല്ല. കാരണം 31.9 ഉള്ള ആൾ ആദ്യവും വന്നു, 31.1 വാല്യൂ ഉള്ള ആൾ രണ്ടാമതും വന്നു. അപ്പോൾ ഇവിടെ കറക്റ്റ് മാസ് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലല്ല വന്നേക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോയിന്റ് മാസ് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എലമെൻസിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞെങ്കിലും ആ പറഞ്ഞ കാര്യം പെർഫെക്റ്റായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടും ഇൻക്രീസിങ് ഓർഡർ ഫോളോ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിന് പറ്റിയിട്ടില്ല. ഇതാണ് രണ്ടാമത്തെ ഡീമെറിറ്റ്. അപ്പോൾ ഫസ്റ്റ് ഡീമെറിറ്റ് എന്തായിരുന്നു? പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. ഇതാണ് ഫസ്റ്റ് ഡീമെറിറ്റ്. സെക്കൻഡ് ഡീമെറിറ്റ് എന്ന് പറയുന്നത് he cannot strictly follow
the increasing order of atomic mass or mass numberന്റെ കറക്റ്റ് ഓർഡർ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ പറ്റിയില്ല. ഇനി മൂന്നാമത്തെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടേബിൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ ഈ പീരിയോഡിക് ടേബിളിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ്, സംക്രമണ മൂലകങ്ങളെന്ന് മലയാളത്തിൽ പറയും. ട്രാൻസിഷൻ എലമെൻറ്റ്സ്, അങ്ങനെ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ എലമെൻറ്റ്സിൻ്റെ പൊസിഷൻ എവിടെയാണ് അല്ലെങ്കിൽ ആ എലമെൻറ്റ്സ് എന്താണ് എന്ന് പറയാൻ മെൻഡലീഫിൻ്റെ ടേബിളിന് പറ്റുന്നില്ല. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന കാര്യമേ മെൻഡലീഫിൻ്റെ ടേബിളിൽ ഇല്ല. അപ്പോൾ അതും ഒരു ഡീമെരിറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 3 മെരിറ്റ്സും പറഞ്ഞു, 3 ഡീമെരിറ്റ്സും പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞു നമ്മൾ? മെൻഡലീവ്സ് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ പറഞ്ഞ കാര്യം ഡിമിട്രി മെൻഡലീവ് എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്ത സമയത്ത് 63 എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഈ 63 എലമെൻറ്റ്സിനും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ്. ചില പ്രോപ്പർട്ടീസിനൊക്കെ സാമ്യമുള്ളൂ, ബാക്കിയൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ മെൻഡലീവ് അറേഞ്ച്ഡ് all the known elements in a systematic order. ഒരു കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് അന്ന് അറിയപ്പെട്ടിരുന്ന എലമെൻറ്റ്സിനെ എല്ലാം ആര് അറേഞ്ച് ചെയ്തു? മെൻഡലീവ് എന്ന സയൻറ്റിസ്റ്റ് അറേഞ്ച് ചെയ്തു. He arranged all these elements in a single table called a periodic table. In this periodic table, some vertical groups or vertical columns and horizontal rows are present. Vertical columns and horizontal rows are present. These vertical columns are called groups and these horizontal rows are called periods. Totally 9 groups and 7 periods are present. 9 groups and 7 periods are present. These 9 groups are numbered from 0 to 8th. 0 to 8th. 0 group means it contains noble gases. Helium, neon, argon like gases. Remaining from 1 to 8th. In that from 1 to 7th each groups have 2 subgroups. ഓരോ 1 മുതൽ 7 വരെ ഈ ഗ്രൂപ്പുകൾക്ക് ഓരോന്നിനും സബ് ഗ്രൂപ്പ് ഉണ്ട്. സബ് ഗ്രൂപ്പ് 1 ഫസ്റ്റ് എ ഫസ്റ്റ് ബി, സെക്കൻഡ് എ സെക്കൻഡ് ബി, അങ്ങനെ സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. ടോട്ടലി 9 ഗ്രൂപ്പ്സ് ആൻഡ് 7 പീരിയോഡ്സ്. ഇതാണ് മെൻഡലീഫിൻ്റെ ടേബിളിൻ്റെ നേച്ചർ. ആൻഡ് അക്കോർഡിംഗ് ടു മെൻഡലീവ്സ് പീരിയോഡിക് ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ എ പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് മാസ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്. എലമെൻറ്റ്സിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആസ് എ പീരിയോഡിക് ഫങ്ഷൻ, റെപ്പറ്റീഷനാണ്, ആവർത്തനമാണ്. എന്തിൻ്റെ ബേസിലാണ്? ഓഫ് ദെയർ അറ്റോമിക് മാസ്. അറ്റോമിക് മാസിൻ്റെ ബേസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം എന്തായിരിക്കും? ഒരു റെപ്പറ്റീഷൻ ആയിരിക്കും, ആവർത്തനമായിരിക്കും എന്നാണ് മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോയിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയാണ്. വാട്ട് ആർ ദി മെറിറ്റ്സ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ? ഫസ്റ്റ് പോയിന്റ്, he arranged all the known elements in a systematic order. ഇതാണ് ഫസ്റ്റ് മെറിറ്റ്. സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ എലമെൻറ്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റി? അറേഞ്ച് ചെയ്യാൻ പറ്റി. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഇൻ മെൻഡലീവ്സ് ടേബിൾ സം വേക്കൻറ്റ് സ്പേസസ് ആർ പ്രസൻറ്റ് ഫോർ അൺഡിസ്കവേർഡ് എലമെൻറ്റ്സ്. അതുവരെ അറിയപ്പെട്ടിട്ടില്ലാത്ത എലമെൻറ്റ്സിന് വേണ്ടി ആര് വേക്കൻസി കൊടുത്തു? മെൻഡലീവ് വേക്കൻസി കൊടുത്തു. അതെന്ന് പറയുന്നത് ആ എലമെൻറ്റ്സിൻ്റെ ഡിസ്കവറിക്ക് ഒരു ഹെൽപ്പായി. എക്സാമ്പിൾസ്, ഏക അലുമിന ഫോർ ഗാലിയം ആൻഡ് ഏക സിലിക്കൺ ഫോർ ജർമേനിയം. ഓക്കെ, തേർഡ് മെറിറ്റ് എന്ന് പറയുന്നത്, ത്രൂ ദിസ് മെൻഡലീവ്സ് ക്ലാസിഫിക്കേഷൻ he cleared the atomic mass of some elements. ചില എലമെൻറ്റ്സിൻ്റെ അറ്റോമിക് മാസ് അദ്ദേഹം കറക്റ്റ് ചെയ്തു. മീൻസ് അന്ന് അത് റോങ് വാല്യൂസ് ആയിരുന്നു, അത് റോങ് ആണ് എന്ന് പറഞ്ഞ് ആ വാല്യൂസിനെ കറക്റ്റ് ചെയ്യാൻ മെൻഡലീവിൻ്റെ ടേബിളിന് പറ്റിയ എക്സാമ്പിളാണ് അറ്റോമിക് മാസ് ഓഫ് ബെർലിയം. അപ്പോൾ അന്ന് ബെർലിയത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 13.5 എന്ന വാല്യൂ ആയിരുന്നു. പക്ഷേ അപ്പോൾ 13.5 എന്ന വാല്യൂ കറക്റ്റ് ആയിരുന്നെങ്കിൽ ബെർലിയത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ കാർബൺ ആൻഡ് നൈട്രജൻ. പക്ഷേ ബെർലിയത്തിൻ്റെ കറക്റ്റ് മാസ് 9 ആണ്. അതുകൊണ്ട് ബെർലിയത്തിൻ്റെ പൊസിഷൻ ബിറ്റ്വീൻ കാർബൺ ആൻഡ് നൈട്രജന് പകരം ബോറോണിനെക്കാളും മുന്നെയാണ്. അപ്പോൾ ചില എലമെൻറ്റുകളുടെ മാസ്, അറ്റോമിക് മാസ് റോങ് ആണെന്ന് പ്രൂവ് ചെയ്യാനും ആർക്ക് പറ്റി? മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിനെ പറ്റി ഒരു മെറിറ്റ്. അപ്പോൾ ഇത് മൂന്നും മെറിറ്റ്സാണ്.
ഇനി വാട്ട് ആർ ദി ഡീമെറിറ്റ്സ് ഓഫ് മെൻ്റലീസ് പീരിയോഡിക് ടേബിൾ? ഇപ്പം ഡീമെറിറ്റ് പറയുമ്പോൾ ഫസ്റ്റ് ഡീമെറിറ്റ് ഈസ് പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ ഷോസ് സം പ്രോപ്പർട്ടീസ് സിമിലർ ടു ബോത്ത് ഫസ്റ്റ് ആൻഡ് സെവൻത് ഗ്രൂപ്പ്. അപ്പോൾ അന്നുള്ള ടേബിളിൽ ഫസ്റ്റ് ഗ്രൂപ്പുമായിട്ടും സെവൻത്തുമായിട്ടും ആർക്ക് സിമിലാരിറ്റീസ് ഉണ്ട് പ്രോപ്പർട്ടീസിൽ? ഹൈഡ്രജൻ. അപ്പോൾ ഈ ഹൈഡ്രജൻ രണ്ട് ഗ്രൂപ്പുമായിട്ടും സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് റോങ് ആണ്. അതൊരു പോയിന്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഈ മെൻ്റലീഫിൻ്റെ ടേബിളിൽ അറ്റോമിക് മാസിൻ്റെ കറക്റ്റ് ഓർഡർ ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് ആ ഓർഡർ ഫോളോ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? മെൻ്റലീഫിൻ്റെ ടേബിളിന് പറ്റിയില്ല. കാരണം an എക്സാമ്പിളാണ് അറ്റോമിക് മാസ് ഓഫ് പൊട്ടാസ്യം 31.1, അറ്റോമിക് മാസ് ഓഫ് ആർഗൺ 31.9. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് അനുസരിച്ചിട്ടാണെങ്കിൽ പൊട്ടാസ്യം എന്ന എലമെൻറ്റിന് ശേഷമാണ് ആര് വരേണ്ടത്? ആർഗൺ. പക്ഷേ അതിൻ്റെ ടേബിളിൽ ആർഗണിന് ശേഷമാണ് പൊട്ടാസ്യം. അപ്പോൾ ആ പറഞ്ഞ പോയിന്റ് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ ടേബിളിലുള്ള സംക്രമണ മൂലകങ്ങൾ. ഇതാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഈ എലമെൻറ്റ്സ് എവിടെയാണ്, എങ്ങനെയാണ് എന്ന് പറയാനും ഏത് ടേബിളിന് പറ്റിയിട്ടില്ല? മെൻ്റലീഫിൻ്റെ പീരിയോഡിക് ക്ലാസിഫിക്കേഷന് പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മെൻ്റലീസ് ക്ലാസിഫിക്കേഷൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മെൻ്റലീസ് പീരിയോഡിക് ലോ? അത് നല്ല ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മെൻ്റലീസ് പീരിയോഡിക് ലോ? The physical and chemical properties of elements are a periodic function of their atomic mass. അപ്പോൾ അത് വേർഡ് ബൈ വേർഡ് കാണാതെ പഠിക്കാതെ കാര്യം മനസ്സിലാക്കുക. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്. എലമെൻറ്റ്സിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ എ പീരിയോഡിക് ഫങ്ഷൻ. പീരിയോഡിക് മീൻസ് റെപ്പറ്റീഷൻ, ആവർത്തനമാണ്. ഓഫ് ദെയർ അറ്റോമിക് മാസ്. അറ്റോമിക് മാസിൻ്റെ ബേസിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ഈ പ്രോപ്പർട്ടീസ് എന്താകുന്നത്? പീരിയോഡിക് ആകുന്നത് എന്നാണ് മെൻ്റലീഫിൻ്റെ പീരിയോഡിക് ലോ. മനസ്സിലായില്ലേ? പിന്നെ അറിയേണ്ട പോയിൻ്റാണ് വിച്ച് വൺ ഈസ് കോൾഡ് ഏക അലുമിനിയം. വിച്ച് വൺ ഈസ് കോൾഡ് ഗാലിയം ഈസ് കോൾഡ് ഏക അലുമിനിയം. ആൻഡ് വിച്ച് വൺ ഈസ് നോൺ ആസ് ഏക സിലിക്കൺ. ജർമേനിയം ഈസ് നോൺ ആസ് ഏക സിലിക്കൺ. ജർമേനിയം എന്ന എലമെൻ്റ് ആണ് ഏക സിലിക്കൺ. ഹൗ മെനി ഗ്രൂപ്പ്സ് ആൻഡ് പീരിയഡ്സ് ആർ പ്രസൻറ്റ് ഇൻ ദിസ് ടേബിൾ? Totally 9 groups and 7 periods, and these groups are numbered from 0 to 1. 0 to 8th and totally 7 periods. Okay, ഇപ്പോൾ നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞു. Bernoulli's classification, Newland's classification and Mendel's periodic classification. ഇതിൽ മൂന്നിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യമാണ് മെൻ്റലീസ് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ. അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് ബേസ്ഡ് ഓൺ അറ്റോമിക് മാസ്. അതാണ് മെൻ്റലീഫിൻ്റെ പീരിയോഡിക് ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്.